പരിശുദ്ധൻ 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 കർത്താവേ നീ പരിശുദ്ധൻ മിശിഹ കർത്താവേ.
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് ഏറ്റവും യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി ത്രിയേക ദൈവമേ, ഈ നിമിഷങ്ങളിൽ ഈ തിരുമണിക്കൂറിൽ അങ്ങയുടെ സന്നിധിയിലായിരുന്നു കൊണ്ട് ഞങ്ങൾ ഒന്നു ചേർന്ന് അങ്ങയെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. നല്ലവനായ അങ്ങയുടെ തിരുസന്നിധിയിൽ ഈ മണിക്കൂറുകളിൽ ആയിരിക്കുവാനായിട്ട് ഞങ്ങളെ അങ്ങ് അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. നല്ല തമ്പുരാനെ, ഈ നിമിഷം എത്രയോ മഹനീയമായ നിമിഷമാണ്. ഇതിൻ്റെ വില, ഇതിൻ്റെ മൂല്യം എത്രയോ ആഴമേറിയതാണ്. ഓ തമ്പുരാനെ, അങ്ങയുടെ സന്നിധിയിലായിരിക്കുമ്പോൾ അങ്ങാണ് ഞങ്ങളുടെ രക്ഷകനും നാഥനും കർത്താവും സൃഷ്ടാവുമെന്ന് പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ഹൃദയത്തോടും കൂടി ഞങ്ങളെല്ലാവരും ഒന്നു ചേർന്ന് ഏറ്റുപറയുന്നു. അങ്ങയുടെ അങ്കണത്തിലായിരിക്കുവാനായി അങ്ങ് തിരഞ്ഞെടുത്ത് കൊണ്ടുവരുന്നവൻ ഭാഗ്യവാൻ. ഞങ്ങൾ അങ്ങയുടെ വിശുദ്ധാലയത്തിലെ വിശുദ്ധ നന്മകൾ കൊണ്ട് സംതൃപ്തരാകും. വിശുദ്ധ ആലയത്തിലെ വിശുദ്ധ നന്മകളെ സംതൃപ്തരാക്കാൻ അങ്ങയുടെ തിരുഹൃദയത്തിൽ നിക്ഷേപിച്ചിരിക്കുന്ന അളവറ്റ കൃപകൾ ഞങ്ങളിലേക്ക് വർഷിക്കുവാൻ അങ്ങ് തിരുമനസ്സാകുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈശോയെ, ഞങ്ങളെ ആശീർവദിക്കണമേ. അങ്ങയുടെ കരുണാമസനമായ സ്വരം ഓരോ നിമിഷവും ശ്രവിക്കുവാൻ അങ്ങ് ഞങ്ങളുടെ അധരങ്ങളെ തുറക്കണമേ. ദിവ്യകാരുണ്യമായി സ്വയം പകുത്തു നൽകി സ്വയവും ശൂന്യവൽക്കരിക്കപ്പെട്ട അങ്ങയെ അനുഗമിച്ചുകൊണ്ട് സ്വയം ശൂന്യവൽക്കരിക്കപ്പെടുവാൻ, അവരർക്ക് വേണ്ടി സ്വയം മുറിയപ്പെടുവാൻ ഞങ്ങളെയും അങ്ങ് അനുഗ്രഹിക്കണമേ. നല്ല നാഥ, തിരുമുമ്പിലായിരിക്കുന്ന ഈ നിമിഷങ്ങളിൽ ഞങ്ങളുടെ പ്രാർത്ഥന ആവശ്യമായിരിക്കുന്ന എല്ലാ മേഖലകളെയും, പ്രത്യേകിച്ച് ലോകം മുഴുവനെയും, തിരുസഭയും പരിശുദ്ധ പിതാവിൻ്റെ എല്ലാ നിയോഗങ്ങളെയും, തിരുസഭാധികാരികളെയും, തിരുസഭാ അംഗങ്ങളെയും, പ്രത്യേകിച്ച് കൗദാശിക ജീവിതത്തിൽ നകന്നു കഴിയുന്നവർ, വിവിധ തരം ദുശീലങ്ങൾക്ക് അടിമകളായിട്ടുള്ളവർ എല്ലാവരെയും ഈശോ തിരുസന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. ഇപ്പോൾ ഒത്തിരി യുവജനങ്ങൾ ചീത്ത ദുശീലങ്ങളിലും കൂട്ടുകെട്ടുകളിലുമൊക്കെ അകപ്പെട്ട് തങ്ങളുടെ ജീവിതം തന്നെ നശിപ്പിച്ചു കളയുമ്പോൾ ഈശോയെ, അവരുടെ എല്ലാവരുടെ കരുണയുണ്ടായി അവരെയും അങ്ങയുടെ വിശുദ്ധാലയത്തിലേക്ക് നയിച്ച് അങ്ങയുടെ അനുഗ്രഹവും കൃപയും എല്ലാം, നന്മയും പരിശുദ്ധാത്മാഭിഷേകവും എല്ലാം അവരിലേക്കും സമർത്ഥമായി ചൊരിയണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. നല്ല തമ്പുരാനെ, തിരുസന്നിധിയിലായിരിക്കുന്ന ഈ നിമിഷങ്ങളിൽ ഞങ്ങളെ തന്നെ വിട്ടുതരികയാണ്. ഞങ്ങളുടെ എല്ലാ അവസ്ഥകളെയും വിട്ടുതരികയാണ്. അപൂർണരായ ഞങ്ങളെ പൂർണ്ണനായ സമ്പൂർണനായ അങ്ങയുടെ സന്നിധിയിലായിരിക്കുവാനായിട്ട് അനുഗ്രഹിച്ചതിനെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് ഉള്ളതും സർവവും ഞങ്ങളുടെ എല്ലാ ബലഹീനതകളും കഴിവുകേടുകളും എല്ലാം ഈശോ തിരുസന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. അങ്ങ് ഏറ്റെടുത്ത് അനുഗ്രഹിക്കണമേ. ദിവ്യകാരുണ്യമായി ഓരോ നിമിഷവും ഞങ്ങളെ അനുഗ്രഹിക്കുവാനായിട്ട് ഉള്ളം തുടിക്കുന്ന അങ്ങയുടെ ഹൃദയത്തിലേക്ക് ഞങ്ങളുടെ ഓരോ പരമാണുവും സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു.
വിശുദ്ധ യോഹന്നാൻ രചിച്ച സുവിശേഷം 10-ാം അധ്യായം 11 മുതൽ 16 വരെയുള്ള തിരുവചനങ്ങൾ. ഞാൻ നല്ല ഇടയനാകുന്നു. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി സ്വജീവൻ സമർപ്പിക്കുന്നു. ഇടയനല്ലാതുള്ളവനും ആടുകൾ തൻ്റെതല്ലാതിരിക്കുന്നവനുമായ കൂലിക്കാരൻ ചെന്നായി വരുന്നത് കാണുമ്പോൾ ആടുകളെ വിട്ട് ഓടിപ്പോകുന്നു. ചെന്നായി വന്ന് ആടുകളെ പിടിക്കുകയും ചിതറിച്ചു കളയുകയും ചെയ്യുന്നു. കൂലിക്കാരൻ ഓടിപ്പോകുന്നത് അവൻ കൂലിക്കാരനാകൊണ്ടും ആടുകളെപ്പറ്റി അവന് വിചാരമില്ലാത്തതുകൊണ്ടുമാകുന്നു. ഞാൻ നല്ലിടയനാകുന്നു. എൻ്റെ പിതാവ് എന്നെ അറിയുകയും ഞാൻ പിതാവിനെ അറിയുകയും ചെയ്യുന്നത് പോലെ ഞാൻ എനിക്കുള്ളവയെ അറിയുകയും എനിക്കുള്ളവയാൽ അറിയപ്പെടുകയും ആടുകൾക്ക് വേണ്ടി എൻ്റെ ജീവനെ ഞാൻ സമർപ്പിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഈ തൊഴുത്തിൽ ഉള്ളവയല്ലാത്ത വേറെ ആടുകളും എനിക്കുണ്ട്. അവയെ ഞാൻ കൊണ്ടുവരേണ്ടതാകുന്നു. അവയും എൻ്റെ സ്വരം കേൾക്കും. ഇങ്ങനെ ഒരാട്ടിൻകൂട്ടവും ഒരിടയനുമാകും. ഞാൻ നല്ലിടയനാകുന്നു. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി സ്വജീവൻ സമർപ്പിക്കുന്നു എന്നരുളിച്ചെയ്ത ഈശോയെ നമുക്ക് ആത്മന ദർശിക്കാം. ആരാധനയും സ്തുതിയും കൃതജ്ഞതയും സ്നേഹവും എപ്പോഴും അവിടത്തേക്ക് സമർപ്പിക്കുന്നതിന് വേണ്ട അനുഗ്രഹത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ സൗഭാഗ്യത്തിലേക്കുള്ള വഴിത്താരയിൽ നിന്ന് വെട്ടിത്തിരിഞ്ഞ് നിത്യനാശത്തിലേക്കുള്ള വെട്ടുവഴിയിലൂടെ മനുഷ്യവർഗം ഒരന്ധനെ പോലെ പ്രയാണം ചെയ്തുകൊണ്ടിരുന്നു. എന്നാൽ സ്വർഗത്തിൻ്റെ ഉന്നത തലങ്ങളിൽ നിന്ന് നല്ല ഇടയനായ ഈശോ നമ്മെ ദർശിച്ചു. കരുണാമസൃണമായ അവിടുത്തെ ഹൃദയം മനുഷ്യകുലത്തിന് വന്നു ഭവിക്കുവാൻ പോകുന്ന നാശത്തെ ഓർത്ത് ഉത്കണ്ഠാഭരിതമായി. പ്രവാചകന്റെ അധരം വഴി അവിടുന്ന് അരുളി ചെയ്തു. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 34-ാം അധ്യായം 11-ാം തിരുവചനം. എൻ്റെ അജഗണം ചിതറിക്കപ്പെട്ടിരിക്കുന്നു. അവ വന്യമൃഗങ്ങളുടെ ഇരയായിത്തീരുന്നത് ഞാൻ കാണുന്നു. അവയെ അന്വേഷിച്ച് ഞാൻ ഇറങ്ങിത്തിരിയുകയും അവയെ ഞാൻ കണ്ടെത്തുകയും ചെയ്യും. അനാദി മുതലേ നിശ്ചയിക്കപ്പെട്ടിരുന്ന ദിവസത്തിൽ അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി ഇസ്രായേൽ ഗോത്രത്തിലെ തെറ്റിപ്പോയ തൻ്റെ ആടുകളെ അന്വേഷിച്ചു വരുന്നു. അധപതിച്ച മാലാഹമാർക്ക് പോലും നൽകപ്പെടാത്ത ഒരു ദിവ്യദാനം. നല്ല ദൈവമേ, അവിടുന്ന് മനുഷ്യനെ എത്രയധികമായി സ്നേഹിക്കുന്നു. ഞങ്ങൾക്ക് ആ മഹാദാനം നൽകപ്പെടുവാൻ ഞങ്ങൾ അയോഗ്യരായിരുന്നല്ലോ. നല്ല ഇടയൻ തൻ്റെ വേല ആരംഭിക്കുന്നു. 30 വർഷത്തെ അജ്ഞാത ജീവിതം അവിടുത്തെ പരസ്യ ജീവിതത്തിനുള്ള ഒരുക്കമായിരുന്നു. പിന്നീടുള്ള 3 വർഷം അവിടുന്ന് കഷ്ടപ്പാടുകളും ക്ലേശങ്ങളും നമുക്ക് വേണ്ടി സഹിച്ചു. വിയർത്തൊലിച്ച് വിശപ്പും ദാഹവും സഹിച്ച് അവിടുന്ന് ദീർഘയാത്രകൾ കഴിച്ചു. പന്ത്രണ്ട് അപ്പസ്തോലന്മാരെയും 72 ശിഷ്യന്മാരെയും പരസ്യപാപിനിയായ മറിയം മഗ്ദലനയെയും വിശ്വാസരഹിതരായ ജ്ഞാനായക്കാരെയും ശീഷ്മായി നിബന്ധിച്ചിരുന്ന സമരിയക്കാരെയും യഥാർത്ഥ തൊഴുത്തിലേക്ക് ചേർക്കുന്നത് വരെ ഈശോ തൻ്റെ ജോലി തുടർന്നുകൊണ്ടിരുന്നു.
തൻ്റെ ആട്ടിൻപറ്റത്തിനു വേണ്ടി തന്നെ ഹോമിക്കുവാൻ തിരുമനസ്സായ ആ വേളയിൽ തന്നെ അജഗണത്തിലെ ആദ്യ ഫലമായ പത്രോസ് എന്നേക്കുമായി അവിടത്തേക്ക് നഷ്ടപ്പെട്ടേനെ. എന്നാൽ കാരുണ്യദ്യോതകമായ അവിടുത്തെ ഒരു കടാക്ഷം ഒരു അപ്പസ്തോല പ്രഭുവിനെ കർത്തവ്യനിരതനാക്കുക തന്നെ ചെയ്തു. ഇനി നമ്മുടെ കാര്യം തന്നെ എടുക്കാം. അവിടത്തോട് കടപ്പാടില്ലാത്തതായി നമുക്കെന്തുണ്ട്? ജ്ഞാനസ്നാന കവാടത്തിലൂടെ നാം ആദ്യമായി അവിടുത്തെ തൊഴുത്തിലേക്ക് ആനയിതരായി. അതിനുശേഷം എത്രയോ പ്രാവശ്യം നാം അങ്ങിൽ നിന്ന് അകന്നു പോയിട്ടുണ്ട്. സ്വാർത്ഥ സ്നേഹത്തിൻ്റെയും മായാമോഹത്തിൻ്റെയും വളഞ്ഞ വഴികളിലൂടെ നാം വിരണ്ടോടി. ലോകത്തിൻ്റെതായ ആനന്ദങ്ങളും സമ്പത്തുകളും നാം അന്വേഷിച്ചു നടന്നു. ദുർവൃത്തിയുടെയും ചാബല്യത്തിൻ്റെയും സ്വാർത്ഥതയുടെയും ഊടുവഴികളിലൂടെ നാം പരക്കം പാഞ്ഞു. നിരാലംബരായ നമ്മുടെ ഈ ദുസ്ഥിതി കണ്ട് ഹൃദയം തകർന്ന നല്ലിടയൻ മരുപ്രദേശങ്ങളിലൂടെയും മുൾച്ചെടി കാടുകളിലൂടെയും കിഴക്കാൻ തൂക്കായ പാറക്കെട്ടുകളിലൂടെയും തൻ്റെ അജഗണത്തെ അന്വേഷിച്ച് ഇറങ്ങിത്തിരിച്ചു. നമ്മെ ദൈവിക കാര്യങ്ങളിൽ നിർവികാരരാക്കുകയും കടിച്ചു ചീന്തി നശിപ്പിക്കുകയും ചെയ്യുന്ന പ്രലോഭനങ്ങളാകുന്ന വന്യമൃഗങ്ങൾ പതിയിരിക്കുന്ന അതിദുർഘടം പിടിച്ച പന്ഥാവിലൂടെ നാം ചരിക്കുകയായിരുന്നു. ദിവ്യനാഥൻ നമ്മുടെ സമീപത്തേക്ക് വന്നു. വഴിതെറ്റിപ്പോയ ആടിനെ കണ്ടുമുട്ടിയ ദിവ്യ ഇടയൻ അതിനെ സ്നേഹപൂർവം തൻ്റെ പക്കലേക്ക് ക്ഷണിച്ചു. അത് അനുസരിച്ചില്ല. എന്നിട്ടും ആ നല്ലിടയൻ നിരാശനായില്ല. ആന്തരികവും ബാഹ്യവുമായ പ്രസാദവലങ്ങൾ നൽകിക്കൊണ്ട് അവിടുന്ന് നമ്മുടെ ഹൃദയ കവാടത്തിൽ മുട്ടി വിളിച്ചു. അവസാനം തിരിച്ചു വരുവാൻ സമ്മതിക്കുന്ന തൻ്റെ ആടിനെ മുൻപിൽ നടത്തി വടികൊണ്ട് അടിച്ചു നോവിച്ചുകൊണ്ടോ കയറിൽ പിടിച്ച് വലിച്ചിഴച്ചുകൊണ്ടോ ഒന്നുമല്ല, പ്രത്യുത സുസ്മരവദനായി തൻ്റെ തോളിൽ കയറ്റി വെച്ചുകൊണ്ടാണ് അതിനെ അവിടുന്ന് തൻ്റെ വാസസ്ഥാനത്തേക്ക് കൊണ്ടുപോവുക. നിർദ്ദിഷ്ട സ്ഥാനത്തെത്തുമ്പോൾ തൻ്റെ പ്രിയപ്പെട്ടവരായ മാലാഹമാരോടും പുണ്യവാന്മാരോടും ഒന്നിച്ച് നമ്മെ തിരിച്ചു കിട്ടിയതിന് സന്തോഷദോതുകമായി ഒരു വലിയ വിരുന്നൊരുക്കുകയായി. എൻ്റെ ആത്മാവിൻ്റെ നല്ലിടയ, അവിടുന്ന് അർഹിക്കുന്ന വിധം ഞാൻ അവിടുത്തെ എപ്രകാരം വാഴ്ത്തി പുകഴ്ത്തുകയും സ്നേഹിക്കുകയും ചെയ്യും.
നാം ആട്ടിൻ തൊഴുത്തിലേക്ക് ആനയിക്കപ്പെട്ടു. നല്ലിടയനായ ഈശോ എത്ര സ്നേഹപൂർവമാണ് നമ്മെ കൂട്ടിക്കൊണ്ടുവന്നത്. എന്നിട്ടും നാം അവിടെ നിന്ന് ചാടിപ്പോകുവാൻ വഴി നോക്കുകയാണോ? ലോകത്തിൻ്റെ ആനന്ദങ്ങളിലേക്ക് കുതറിപ്പായുവാൻ, ശിഷ്ടവസ്തുക്കളുമായി ഒട്ടിച്ചേരുവാൻ, നമുക്കുള്ള നിഷിദ്ധ വാസനയെ തൃപ്തിപ്പെടുത്തുവാൻ നാം വെമ്പലിടുന്നു. നാം ഈശോയോട് പറയുന്നതായി തോന്നിപ്പോകുന്നു, അവിടുത്തെ കൊണ്ട് മാത്രം ഞങ്ങൾ തൃപ്തി അടയുകയില്ല. അങ്ങേ മാത്രം സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന ഈ അവസ്ഥ തികച്ചും സങ്കടകരമാണ്. ഞങ്ങളുടെ ഹൃദയത്തിന് മറ്റു ചിലതുകൂടി ആവശ്യമുണ്ട്. അത് ഇനിയും ഞങ്ങൾക്ക് കിട്ടേണ്ടതായിട്ടാണ് ഇരിക്കുന്നത്. അവയെ കൈയെടുക്കുവാൻ നമ്മുടെ ഓർമ്മ, ബുദ്ധി, മനസ്സ്, ഭാവന എന്നിവയെ അഴിച്ചുവിടുകയും അങ്ങനെ നാം വീണ്ടും ലോകമായകളിൽ കുരുങ്ങുകയും ചെയ്യും. എന്നാൽ ദിവ്യടിയനായ ഈശോനാഥൻ തൻ്റെ കരങ്ങൾ നീട്ടി നമ്മെ നിരന്തരം നയിക്കുന്നു. അങ്ങനെ അവിടുന്ന് പ്രവർത്തിക്കുന്നില്ലെങ്കിൽ അപ്പോൾ കാണാം നാം പരിശുദ്ധമായ തൊഴുത്തിനെ ഉപേക്ഷിച്ച് നമ്മുടെ പഴയ വഴിയെ വീണ്ടും ഇറങ്ങിത്തിരിക്കുന്നത്. അവിടുത്തെ തൊഴുത്തിൽ അപകടലേശമെന്നിയെ നമ്മെ കാത്തുകൊള്ളുവാൻ 3 മാർഗങ്ങളാണ് അവിടുന്ന് പ്രയോഗിക്കുക. അവിടുത്തെ പ്രസാദവരങ്ങൾ, കൂദാശകൾ, അവിടുത്തെ പ്രതിപുരുഷന്മാരുടെ ഉപദേശങ്ങൾ, നിരവധി മാധുര്യപ്രദമായ ആകർഷണങ്ങൾ, ഇച്ഛാശക്തിയുടെ പ്രവർത്തന സ്വാതന്ത്ര്യത്തെ നശിപ്പിക്കാതെ അതിൽ തിന്മയോട് വെറുപ്പും നന്മയോട് സ്നേഹവും സംജാതമാക്കിക്കൊണ്ട് അതിനെ വശീകരിക്കുന്ന സ്നേഹജന്യമായ യുക്തിവാദങ്ങൾ, ഇവയെല്ലാമാണ് 1-ാമത്തെ മാർഗത്തിൽ ഉൾപ്പെടുന്നത്. പുണ്യപരിമളം പരത്തിക്കൊണ്ട് നമുക്ക് മുൻപ് ജീവിച്ചിരുന്ന നീതിമാന്മാരുടെ മാതൃകകൾ എപ്പോഴും നമ്മുടെ കൺമുമ്പിൽ അവിടുന്ന് ഉയർത്തിക്കാണിക്കുന്നു. ഇതാണ് 2-ാമത്തെ മാർഗം. മൂന്നാമത്, ജീവിതത്തിലെ എല്ലാ സംഭവങ്ങളും ഈ ലക്ഷ്യത്തിലേക്ക് നയിക്കാൻ അവിടുന്ന് ഉപയോഗപ്പെടുത്തുന്നു. ദിവ്യനാഥ, നല്ലിടയ, ഞങ്ങളുടെ രക്ഷയ്ക്കായി അങ്ങ് എത്രമാത്രം തീഷ്ണത പ്രദർശിപ്പിക്കുന്നു. അങ്ങയെ ഞങ്ങൾ അധികമധികം അറിയുന്നതിനും സ്നേഹിക്കുന്നതിനും കൂടുതൽ അനുഗ്രഹവർഷങ്ങൾ അങ്ങിൽ നിന്ന് പ്രാപിക്കുന്നതിനും ഇടവരുത്തണമേ. അങ്ങിൽ നിന്നുള്ള പ്രസാദവരങ്ങൾ സ്വീകരിച്ച് അവയ്ക്കനുസൃതം ജീവിക്കുന്നവർ വളരെ വേഗം പുണ്യപദവിയിലേക്ക് ഉയരുന്നു. എന്നാൽ എണ്ണമറ്റ അനുഗ്രഹങ്ങൾ അങ്ങിൽ നിന്ന് സ്വീകരിച്ചു കഴിഞ്ഞിട്ടും ഇപ്പോഴും സ്വീകരിച്ചുകൊണ്ടിരുന്നിട്ടും ഞങ്ങൾ പാപച്ചേറ്റിൽ പുതഞ്ഞു കിടക്കുന്ന ഒരു ദുർഭകരാണല്ലോ. എൻ്റെ ദിവ്യനാഥ, കരുണാപൂർവം ഞങ്ങളെ കടാക്ഷിക്കണമേ. ഇന്നു മുതൽ ഞങ്ങൾ നല്ല ജീവിതം ആരംഭിച്ചു കൊള്ളാം. അവിടുത്തെ മുമ്പിൽ ഞങ്ങൾ ഞങ്ങളെ തന്നെ സമർപ്പിക്കുകയാണ്.
നമ്മുടെ സംരക്ഷകനും ആധ്യാത്മിക പിശങ്കരനുമായ ഈശോനാഥനെ നമുക്ക് ആത്മന ദർശിക്കാം. ഹൃദയംഗമമായി അവിടുത്തെ സ്നേഹിക്കുവാനുള്ള അനുഗ്രഹത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രഥമ ശത്രു പിശാചാണ്. പാപമാണ് നമ്മെ അവന് വിറ്റുകളഞ്ഞത്. രക്തം വിലയായി കൊടുക്കാതെ നാം വീണ്ടെടുക്കപ്പെടുകയില്ല. കർത്താവ് തൻ്റെ രക്തം വിലയായി കൊടുത്ത് നമ്മെ വീണ്ടെടുക്കുവാൻ സന്നദ്ധനായി. അവിടുത്തെ ആഗമനത്തിന് മുമ്പുണ്ടായിരുന്ന ഇടയന്മാർ തങ്ങളുടെ പ്രസംഗങ്ങൾ കൊണ്ടും പ്രവൃത്തികൾ കൊണ്ടും അജഗണത്തെ വീണ്ടും രക്ഷിക്കാൻ ശ്രമിച്ചു. സ്വന്തം രക്തവും ജീവനും ബലികഴിച്ച് അവയെ രക്ഷിക്കുന്നതിനെക്കുറിച്ച് അവർ ചിന്തിച്ചു പോലുമില്ല. മിശിഹായാകട്ടെ തൻ്റെ ഹൃദയ രക്തം വിലയായി കൊടുത്ത് നഷ്ടപ്പെട്ട ആട്ടിൻകൂട്ടത്തെ വീണ്ടെടുക്കുവാൻ തിരുമനസ്സായി. അവിടുന്ന് അരുൾ ചെയ്തു, നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി സ്വജീവൻ സമർപ്പിക്കുന്നു. അപ്രകാരം തന്നെ അവിടുന്ന് പ്രവർത്തിക്കുകയും ചെയ്തു. ഈജിപ്തിലെ പ്രഥമജാതന്മാരെ കൊന്നൊടുക്കിയ ദൈവദൂതൻ്റെ ഖഡ്ഗത്തിൽ നിന്നും പെസഹ കുഞ്ഞാടിൻ്റെ രക്തം ഇസ്രായേൽക്കാരെ രക്ഷിച്ചതുപോലെ മിശിഹായുടെ രക്തം പാപത്തിൽ നിന്ന് നമ്മെ രക്ഷിച്ചു. അപ്പോസ്തല പ്രമുഖനായ പത്രോസ് ശ്ലീഹ എഴുതി, നശിച്ചു പോകുന്ന സ്വർണമോ വെള്ളിയോ കൊണ്ടല്ല നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ടിരിക്കുന്നത്, പ്രത്യുത മിശിഹായാകുന്ന കറയില്ലാത്ത കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം കൊണ്ടാകുന്നു. നമ്മുടെ ശത്രുഗണത്തിൽ 2ാം സ്ഥാനത്ത് അണിനിരന്നിരിക്കുന്നവർ തിരുസഭയെ ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കുവാൻ കച്ച കെട്ടിയിറങ്ങിയിരിക്കുന്ന ദുഷ്ടമനുഷ്യരാണ്. പിശാചിൻ്റെ കെണികളിൽ എന്നതുപോലെ ഈ സമരം രംഗത്തും നല്ല ഇടയനായ ദിവ്യനാഥൻ നമ്മുടെ സഹായത്തിനുണ്ട്. അവിടുത്തെ കരുണയിൽ നമുക്ക് അഭയം ഗമിക്കാം. ശതാബ്ദങ്ങളായി അവിടുത്തെ മണവാട്ടിയ തിരുസഭയെ ദിവ്യനാഥൻ കാത്തുകൊണ്ടിരിക്കുന്നു. തൻ്റെ ധമനികളിലൂടെ പ്രവഹിച്ചിരുന്ന അവസാനത്തുള്ളി രക്തം പോലും ചിന്തി വീണ്ടും രക്ഷിച്ച തൻ്റെ സ്നേഹഭാജനങ്ങളായ ആടുകളെ ഈ കാലമത്രയും അവിടുന്ന് കാത്തുരക്ഷിച്ചു. സ്വേച്ഛാധിപതികളായ മതപീഠകരുടെ ആയുധങ്ങളിൽ നിന്നും അവിശ്വാസികളുടെ വിദ്വേഷ കൊടുങ്കാറ്റിൽ നിന്നും ശീഷ്മ, പാഷണ്ഡത തുടങ്ങിയവയിൽ നിന്നും നാഥൻ തൻ്റെ ആട്ടിൻപറ്റത്തെ കാത്തുരക്ഷിക്കുന്നു. ആധുനിക ശാസ്ത്രത്തിൻ്റെ അബദ്ധജടിലമായ യുക്തിവാദങ്ങളിൽ നിന്ന് വിശ്വാസ സത്യങ്ങളെ ചോദ്യം ചെയ്യുന്ന അതിൻ്റെ വഴിപിഴച്ച പ്രബോധനങ്ങളിൽ നിന്ന് നാഥൻ സഭയെ നിർമ്മലമായി കാത്തു സൂക്ഷിക്കുന്നു. അവിടുത്തെ സംരക്ഷണത്തിൽ സഭാമാതാവ് നൈർമല്യത്തിലും പരിശുദ്ധിയിലും എന്നെന്നും വിരാജിക്കും. സിംഹാസനങ്ങളും ചെങ്കോലുകളും തകർക്കപ്പെടുന്നു. മാനുഷിക കാര്യങ്ങൾ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്നു.
വ്യക്തികളുടെ അഭിപ്രായങ്ങൾക്ക് ഒരു സ്ഥിരതയുമില്ല. എന്നാൽ കത്തോലിക്ക തിരുസഭ എന്നും എല്ലായിടത്തും ഏകമായിരിക്കും. തികച്ചും വിസ്മയകരം തന്നെ. ദിവ്യനാഥൻ തൻ്റെ ഭൗതിക ശരീരത്തെ അപ്പാടെ സംരക്ഷിക്കുക മാത്രമല്ല ചെയ്യുക, ഓരോ അവയവത്തെയും അവിടുന്ന് ശ്രദ്ധാപൂർവം പരിപാലിക്കുന്നു. സ്നേഹമയിയായ ഒരു മാതാവ് തൻ്റെ ഓമനകുമാരനെ എത്രയധികം ശ്രദ്ധാപൂർവം പരിചരിക്കുമോ അതിലധികം ജാഗരൂകതയോടെയാണ് അവിടുന്ന് നമ്മെ സൂക്ഷിക്കുക. രാജിക പ്രവാചകനോടൊത്ത് നമുക്കും പ്രഘോഷിക്കാം, കർത്താവ് എന്നെ ഭരിക്കുന്നു, എനിക്ക് ഒന്നിനും പോരായ്മകളുണ്ടാവുകയില്ല. പുൽത്തകടിലുള്ള ഒരു സ്ഥലത്തേക്ക് അങ്ങനെ നയിച്ചു, സുഖദായകമായ വെള്ളമുള്ള സ്ഥലത്തേക്ക് എന്നെ കൊണ്ടുവന്നു. മരണനിഴലിലൂടെ നടക്കേണ്ടി വന്നാലും ഞാനൊരു തിന്മയെ ഭയപ്പെടുകയില്ല, കാരണം അവിടുന്ന് എന്നോട് കൂടിയുണ്ട്. അവിടുത്തെ ചില്ലിക്കമ്പിയും വടിയും എന്നെ ആശ്വസിപ്പിച്ചു. ഇന്ന് വരെ നമുക്കവിടെ നൽകിയ അനുഗ്രഹങ്ങൾക്ക് കൃതജ്ഞത പ്രകാശിപ്പിക്കാം. ഭാവിയിലെ പ്രത്യാശ മുഴുവൻ അങ്ങിലായിരിക്കട്ടെ. സ്നേഹത്തോടെ ഇപ്പോൾ അവിടത്തേക്ക് പരികർമ്മം ചെയ്യാം. അവിടെ നിന്നും അനുഗ്രഹങ്ങൾ സ്വീകരിച്ച് നമുക്ക് അവിടുത്തെ ആശീർവാദത്തിനായി ശിരസ്സ് നമിക്കാം. പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന്
എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്കേറ്റം യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.
ഈശോ മിശിഹായേ